നമസ്തേ. നമസ്കാരം. നമ്മൾ ഈ പോപ്പുലർ ഫ്രണ്ട് ആ. നിരോധിക്കപ്പെട്ടിട്ട് 2 വർഷമായെന്നാണ് അതെ, അതെ. അറിയുന്നത്. അതെ. ഈ ഇന്നലെ രാത്രിയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനാണെന്ന് സംശയിക്കപ്പെടുന്ന ഒരാളെ ഡൽഹിയിൽ NIA കസ്റ്റഡിയിലെടുത്തു. സാമ്പത്തിക ഏർപ്പാടുകളോ ഹവാല ഇടപാടോ ഒക്കെയായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയിൽ ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ തന്നെയാണെന്ന് സംശയിക്കുന്ന ഒരാളെ കസ്റ്റഡിയിലെടുത്തതായി വാർത്ത വന്നിട്ടുണ്ട്. ആ. കാര്യങ്ങളിലുള്ള വിശദാംശങ്ങളെപ്പറ്റി എന്തെങ്കിലും പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും. ഈ സംശയിക്കപ്പെടുന്ന ആളല്ല, അയാൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾ തന്നെയാണ്. ബീഹാർ സ്വദേശിയായ മുഹമ്മദ് ആലം ആണ് അറസ്റ്റിലായിരിക്കുന്നത്. അയാളൊരു ഹവാല ഡീലർ ആണെന്ന് ഉള്ളതിന് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ വിഷയത്തിൽ ഈ ED ഇത് സംബന്ധിച്ച തെളിവുകൾ NIAക്ക് കൈമാറിയിരുന്നു. ആ കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ദുബായിൽ നിന്ന് ഡൽഹി വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങിയ ഉടനെ, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാല് കുത്തിയ ഉടൻ ഇയാൾ അറസ്റ്റിലായി. ഇതാണ് ഇതിൻ്റെ വാസ്തവം. അല്ല, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനാണെന്നുള്ളത് തീർച്ചയായും അതെ, തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? പോപ്പുലർ ഫ്രണ്ടുകാരനാണ്. പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഈ പണം ഇയാളുടെ അക്കൗണ്ട് വഴി കടത്തിയിരിക്കുന്നത്. അതിൻ്റെ തെളിവുകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് NIA അറസ്റ്റ് ചെയ്യായിരുന്നു. കസ്റ്റഡിയിലെടുത്ത് അപ്പം തന്നെ അറസ്റ്റ് ചെയ്യായിരുന്നു. അപ്പം പിന്നെ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ ഇപ്പോഴും വളരെ ശക്തമാണോ ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ പണമിടപാടുകൾ എന്ന് പറയുന്നത് ശക്തമായി തുടരുന്നുണ്ടോ ഇപ്പോഴും? അല്ല, ഇപ്പോൾ നിലവിൽ അവർക്ക് പണമിടപാടും കാര്യങ്ങളും പഴയതുപോലെ നടത്താൻ പറ്റുന്നില്ല. അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. അതെല്ലാം അവർ നടത്തിക്കൊണ്ടിരുന്ന വഴികളെല്ലാം NIA ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിനെ NIA അടച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഭയപ്പെടേണ്ട ഒരുപാട് സംഗതികൾ ഇതിൻ്റെ പുറകിലുണ്ട്. രാജ്യം വളരെ ശ്രദ്ധയോടെയാണ് നമ്മുടെ ഈ ഏജൻസികളെല്ലാം ഇതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പോപ്പുലർ ഫ്രണ്ട് സജീവമായിരുന്ന കാലത്ത് 13,000 അക്കൗണ്ടുകളിലാണ് ഗൾഫിൽ നിന്ന് പണം വന്നിരുന്നത്. അപ്പോൾ 13,000 അക്കൗണ്ടുകൾ അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് ഇങ്ങോട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് പണം അയക്കുകയായിരുന്നു. ഇതിൻ്റെ തെളിവുകൾ ED കൃത്യമായിട്ട് ശേഖരിച്ചിട്ടുണ്ട്. ഇതൊരു സംയുക്ത നീക്കമായിരുന്നല്ലോ. NIA, ED, ഇൻകം ടാക്സ്, അതുപോലെ റോ ഇൻ്റലിജൻസ് ബ്യൂറോ, പിന്നെ ലോക്കൽ അതത് സംസ്ഥാനങ്ങളിലെ പോലീസ് ഒക്കെ ചേർന്നാണ് ഇവരെ വിജിലൻ്റ് ആയിരുന്നു. അതെ, വളരെ വിജിലൻ്റ് ആയിരുന്നു. രാത്രിയിലാണ് റെയ്ഡ് ആരംഭിച്ചത്. സംഭവം നിരോധിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ പലരും കസ്റ്റഡിയിലായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വളരെ എന്താ പറയണ്ടേ, കുറ്റമറ്റ രീതിയിൽ ഒരു പഴുതും കൊടുക്കാതെ, രക്ഷപ്പെടാൻ ഒരു പഴുതും അനുവദിക്കാതെയാണ് NIA ഇവരെ പൂട്ടിയത്. ഈ സംഘടനയെയും അതിൻ്റെ പ്രവർത്തകരെയും അതിൻ്റെ നേതാക്കളെയും ഒക്കെ പൂട്ടിയത് അങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിലുള്ള 13,000 അക്കൗണ്ടുകളിൽ നിന്നാണ് NIA ഇതിൻ്റെ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. ഗൾഫ് രാജ്യങ്ങൾ കൂടാതെ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഉണ്ടോ, അമേരിക്കയോ അല്ലെങ്കിൽ അതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പണം വന്നിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊന്നും അവർ പുറത്തുവിടുന്നില്ല. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് 13,000 അക്കൗണ്ടുകളിൽ നിന്ന് പണം ഇന്ത്യയിലേക്ക് വന്നു എന്നുള്ളതിന് അവർക്ക് തെളിവുകളുണ്ട്. അതവർ വളരെ വിജിലൻ്റായിട്ട് വളരെ ജാഗ്രതയോടെ അതിനെ പിന്തുടർന്ന് അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ മുഹമ്മദ് ആലവും അയാളുടെ അക്കൗണ്ട് വഴി ഇത്തരത്തിൽ പണം ഇങ്ങോട്ട് കൊടുക്കുകയും അത് ഹവാല ഇടപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ നിരോധിക്കപ്പെട്ടിട്ട് 2 വർഷമായില്ലേ, ഇനിയിപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് ആശാൻ അവിടുന്ന് പ്ലെയിൻ കയറി ഇനി നാട്ടിലേക്ക് വന്നത്. പക്ഷെ അപ്പം തന്നെ പൂട്ടി. ഇതിനകത്ത് പിടി വീണു. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ 13,000 അക്കൗണ്ടുകളുടെ കാര്യം പറഞ്ഞല്ലോ, അതിൽ 10,000 അക്കൗണ്ടും മലയാളികളുടേതാണ്, കേരളത്തിലുള്ളതാണ് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇതിൻ്റെ കൂടെ പുറത്തു വരുന്നത്. അപ്പോൾ പിന്നെ ഈ സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നുവെന്ന് പറയാറുണ്ട്. ഈ നിരോധിക്കപ്പെട്ടുവെങ്കിൽ പോലും ഇവരെ പല സംഘടനകളിലും നുഴഞ്ഞു കയറിയൊക്കെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആരോപണമുണ്ട്. അത് ശരിയാകാനാണ് വഴിയല്ലേ? തീർച്ചയായിട്ടും ഈ വിവരങ്ങൾ, പുറത്തു വരുന്ന വിവരങ്ങൾ അത് ശരിവെക്കുന്നതാണ്. ഈ NIA ഇത് സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും ഒന്നും പുറത്തുവിട്ടിട്ടില്ല. UAE, ഷാർജ, അബുദാബി തുടങ്ങി അങ്ങനെയുള്ള ഗൾഫിലെ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന ആൾക്കാർ ഇതുപോലെ തങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിച്ച് നാട്ടിലേക്ക് ഇത്തരത്തിൽ പണം അയക്കുന്നുണ്ട്. ഇതാണ് അവരിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ 10,000 പേര് അക്കൗണ്ടുകളും മലയാളികളുടേതാണെന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരമാണെന്ന് മാത്രമല്ല, ഇവർക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല. വന്നാൽ ഉടൻ ഇവർ അറസ്റ്റിലാവും. അതവർക്കറിയാം. അതുകൊണ്ട് അവരിപ്പോൾ ചെയ്യുന്നത്, ഈ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ട വിവരം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഇവിടെയുള്ള ബന്ധുക്കളുണ്ടല്ലോ, ഭാര്യ, മക്കള് പലരും ഉണ്ടല്ലോ, ഇവർ അങ്ങോട്ട് പോയി അവരെ കാണുകയാണ്. അവരിങ്ങോട്ട് വരുന്നില്ല, പകരം ഇവരങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അത്ര സൂക്ഷ്മമായിട്ടാണ് നമ്മുടെ ഏജൻസികൾ ഇത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്.
ഇപ്പം ഇവരുടെ ഈ ബന്ധുക്കളെ ഭാര്യ മക്കൾ തുടങ്ങിയവരൊന്നും കുറ്റമൊന്നും ചെയ്തവരല്ല, അവരെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പൊന്നുമില്ല. പക്ഷേ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. അവരേത് മനസ്സിലാക്കി ഇവിടെ വന്നാൽ അപ്പോൾ അറസ്റ്റിലാവും, അവർക്കതറിയാം. ഈ മുഹമ്മദ് ആലം എന്ന് പറയുന്ന ആള് വിചാരിച്ചില്ല, അയാളൊരു ചെറുപ്പക്കാരനാണ്. അയാൾ ഒരു പക്ഷേ വലിയ ഇത് മറന്നു കാണും, ഏജൻസികളൊക്കെ ഒരു എന്താ തണുത്ത് കാണും. 2 വർഷം ആയില്ലേ നിരോധനം വന്നിട്ട്, ഇനിയിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല, അതുകൊണ്ട് ഒന്ന് നാട്ടിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ആശാനിങ്ങ് വന്നതാണ്. നമ്മുടെ പക്ഷെ ഈ പിടിയില്ല. സംസ്ഥാനത്ത് പിന്നെ പല അവസരങ്ങളിലും നേരത്തെ തൊട്ട് തന്നെ പറഞ്ഞു കേൾക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഉവ്വ്. ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചർച്ച ഉണ്ടാകുമ്പോഴൊക്കെ, ഉം. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോഴൊക്കെ ന്യൂനപക്ഷ വേട്ടയാണെന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള സംഘടിതമായ വാർത്തയാണെന്നും ഇസ്ലാമോഫോബിയോ ആണെന്നും ഒക്കെ പറഞ്ഞ് മറ്റൊരു വെർഷൻ നൽകുന്ന ഒരു സ്ഥിതിയാണ് സംസ്ഥാനത്ത് പലപ്പോഴും കണ്ടുവന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അങ്ങനെയാണ് കണ്ടുവന്നത്. അപ്പോൾ സംസ്ഥാന ഭരണകൂടത്തിൻ്റെയൊക്കെ വളരെ കൃത്യമായ ഒരു നിരീക്ഷണവും ജാഗ്രതയും പിന്തുണയും ഉണ്ടെങ്കിലേ ഇക്കാര്യങ്ങളിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്നുമില്ലേ? തീർച്ചയായിട്ടും അതാണ്. ഇതിനകത്ത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ ഇതിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് അത്തരം കേസുകൾ വന്നാൽ ഉടൻ തന്നെ പോലീസ് അത് NIAക്ക് കൈമാറണം. അത് യാതൊരു വിധത്തിൽ അമാന്തവും അതിൽ വരുത്തരുത്. ഇതൊക്കെ സംസ്ഥാന പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം ചർച്ച ചെയ്ത് നിർദ്ദേശങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് കേരളമടക്കം എല്ലാ സംസ്ഥാനങ്ങളും ഈ വിഷയത്തിൽ വളരെ ജാഗ്രതയോടെ തന്നെയാണ് നമ്മുടെ ഏജൻസികളെല്ലാം പ്രവർത്തിക്കുന്നത്. അത് പോലീസ് ആകട്ടെ, ഇൻ്റലിജൻസ് ബ്യൂറോ ആകട്ടെ ഒക്കെ. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ, ഇപ്പോൾ ഡൽഹി പോലീസിനായിരിക്കുമല്ലോ വിമാനത്താവളത്തിൻ്റെ ചുമതല, അയാളെ കസ്റ്റഡിയിലെടുത്തു. അപ്പം തന്നെ NIAയുടെ ആൾക്കാർ വന്നു, അങ്ങോട്ട് കൈമാറി അറസ്റ്റും രേഖപ്പെടുത്തി. നേരെ അയാളെ ഇപ്പോൾ ഈ തുടർ നടപടികൾക്ക് ഫ്രണ്ടിന്റെ നിരോധനത്തെ തുടർന്ന് ഈ കുറേയേറെ പേരെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ. അത്തരക്കാരുടെയൊക്കെ സ്ഥിതി ഇപ്പോൾ എന്താണ്? അവരെല്ലാവരും ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. അവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, പലരുടെയും സ്ഥാവര ജംഗമ വസ്തുക്കൾ ഒരു 50% സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്തിരിക്കുകയാണ്. അവർക്ക് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ നിന്ന് അത് ഉപയോഗിച്ച് അതിനെ പണമാക്കി മാറ്റി കേസ് നടത്താനോ ജാമ്യത്തിൽ ഇറങ്ങാനോ ഒന്നും സാധിക്കുന്നില്ല. അവർ വലിയ ബുദ്ധിമുട്ടിലാണ്. അവരുടെ ആ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് ക്യാമ്പസ് ഫ്രണ്ട്, വിമൻ ഫ്രണ്ട് തുടങ്ങിയ നിരവധി സംഘടനകൾ പ്രവർത്തിച്ചിരുന്നു. ഒരു മനുഷ്യാവകാശ സംഘടനയുണ്ടായിരുന്നു. എല്ലാറ്റിനെയും നിരോധിച്ചു. അതിനകത്ത് നിരോധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലിസ്റ്റിനകത്ത് വന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് മാത്രമാണ് അവർക്കെതിരെ അങ്ങനൊരു നടപടി വരാത്തത്. അങ്ങനൊരു നടപടി വരണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദം വേണം. അതിലേക്ക് എന്തായാലും ഏജൻസികൾ പോയില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏജൻസികൾ അതിന് ശ്രമിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് സത്യത്തിൽ അറിയില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ പറയുന്നത് പോലെ കൃത്യമായിട്ട് ഇവർക്ക് പണം വന്ന വഴികളെക്കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കി തെളിവുകൾ ശേഖരിച്ച് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ചോദിച്ചോളൂ. നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ടുണ്ട്. കൂടുതലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സംഘടനകൾ, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ ഈ നിരോധിക്കപ്പെട്ട ഒരു സംഘടന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെയുള്ള ഒരു ഈ സ്ലീപ്പർ സെൽ എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരു പരിധിവരെ ഇപ്പോഴും സജീവമാണെന്ന് വേണ്ടേ കരുതാൻ? സ്ലീപ്പർ സെല്ലുകൾ ഇത്തരത്തിലല്ല, അത് മറ്റു ചില രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ലഷ്കർ ഇ തോയ്ബ എന്ന് പറയുന്നത് ഒരു പാക് ഭീകര സംഘടനയാണ്. പാകിസ്ഥാൻ ജന്മം കൊടുത്ത ഒരു ഭീകര സംഘടനയാണ്. ജെയ്ഷെ മുഹമ്മദ് പാകിസ്ഥാന്റെ ഭീകര സംഘടനയാണ്. ഇപ്പോൾ ISIS അത് ഇറാഖിലുണ്ടായ ഒരു ഭീകര സംഘടനയാണ്. അന്തർദേശീയ തലത്തിൽ അതെ, ഇവർക്കെല്ലാവർക്കും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതുപോലെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാവും. അത് ഒരു വ്യക്തിയാണ് ആ സ്ലീപ്പർ സെല്ല് എന്ന് പറയുന്നത്. ആ വ്യക്തി അതൊരു സംഘടനയായിരിക്കില്ല. ആ വ്യക്തി വളരെ ഗോപ്യമായി, രഹസ്യമായി താൻ ഇന്നാരാണ് എന്ന് പുറത്തെങ്ങും അറിയിക്കാതെ സാധാരണ പോലെ അങ്ങ് ജീവിക്കും. നമ്മളറിയില്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഈ അഞ്ചലിൽ ഒരു സ്ത്രീയെയും 2 പിഞ്ചു കുട്ടികളെയും കൊന്ന 2 പേർ ഒളിവിൽ താമസിച്ചല്ലോ, വ്യാജരേഖകളൊക്കെ ഉണ്ടാക്കി. അതെ, 19 വർഷത്തോളം. അതുപോലെ ഇവർ വർഷങ്ങളോളം ഇങ്ങനെ മിണ്ടാതെ ഉറങ്ങിക്കിടക്കും. എന്തുണ്ടായാലും അവരനങ്ങില്ല. അവരനങ്ങേണ്ട സമയത്ത് അവർക്ക് നിർദ്ദേശം വരും. അത് നിർദ്ദേശം വരാനുള്ള വഴിയുണ്ട്. ആ വഴി കൂടെ ആ നിർദ്ദേശം വരുമ്പോൾ മാത്രമേ അവർ ആക്റ്റീവ് ചെയ്യുള്ളൂ. കഴിഞ്ഞ ദിവസം ഇവിടെ നമുക്ക് കാസർഗോഡ് എന്നൊരു ബംഗ്ലാദേശി പിടിയിലായി. അയാൾ അൽ-ഖ്വയ്ദയുടെ ദക്ഷിണേഷ്യൻ ചുമതലയുള്ള കോർഡിനേറ്റർ, അതിൻ്റെ ഒരു ഏകോപനം നടത്തുന്നയാളാണ്.
അയാൾ കേരളത്തിൽ വന്നത് കേരളത്തിലെ സ്ലീപ്പർ സെല്ലുകളെ, അവർക്ക് അൽ ഖ്വയ്ദയുടെ സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിലുണ്ടെന്നും അതിനെ ആക്ടിവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അയാൾ വന്നതെന്നാണ്, അതിനെ പുനരുജ്ജീവിപ്പിക്കാനുമാണ് അയാൾ വന്നതെന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. അവർക്ക് ആ തരത്തിൽ വിവരങ്ങൾ കിട്ടി. അവരെ വളരെ കൃത്യമായിട്ട്, അതും ആസാം പോലീസ് കേരളത്തിലെത്തി കേരള പോലീസിൻ്റെ സഹായത്തോടു കൂടി പിടിക്കുകയായിരുന്നു അയാളെ. അന്ന് തന്നെ ഏതാണ്ട് ഇന്ത്യയിൽ നിന്ന് 8ഓളം ബംഗ്ലാദേശികൾ ഇത്തരത്തിലുള്ള ആൾക്കാർ പിടിയിലായിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ലീപ്പർ സെല്ലുകളുടെ പ്രവർത്തന ശൈലി മറ്റൊന്നാണ്. അത് പോപ്പുലർ ഫ്രണ്ടിനും സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാകാം, നമുക്കറിയില്ല. ഇതുവരെ അതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും പണമിടപാടുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് തെളിവുകൾ കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഈ അറസ്റ്റ് സംഭവിച്ചത്. അപ്പോൾ ഈ സംസ്ഥാന ഭരണകൂടവും കേന്ദ്ര ഭരണകൂടവും ഒക്കെ ചേർന്ന കൂട്ടായ ഒരു 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 നീക്കത്തിലൂടെ ഈ അനധികൃതമായ സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം ശക്തമായി പരിപൂർണമായിട്ടും അടച്ചിരിക്കുകയാണ്. വിദേശത്തു നിന്ന് അവർക്ക് പണം കിട്ടാൻ ഒരു വഴിയുമില്ല. അവരെല്ലാം കൊണ്ടും തീർച്ചയായിട്ടും നമ്മുടെ സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം അതൊരു ശുഭോദർക്കമായ കാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. നമ്മളുടെ ഇവിടെ ഈ നമ്മുടെ സമ്പദ്ഘടനയെ കൊണ്ട് ഏറ്റവും വലിയ ആഘാതം എന്ന് പറയുന്നത് ഈ കള്ളപ്പണം, ഇത്തരത്തിൽപ്പെട്ട വരവുകളായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ നീക്കം പൂർണ്ണമായും വിജയിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈ 10,000 പേര് മലയാളികളാണെന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്ന. 3000 അക്കൗണ്ടുകളിൽ 10,000 മലയാളികളുടേതാണെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായ, അപകടകരമായ, ആശങ്കാജനമായ ഒരു കാര്യമാണ്.